2003 ഇറങ്ങിയ ഒരു വ്യത്യസ്തമായ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ബോൺ സ്നാച്ചർ. ഒരു മരുഭൂമിയിൽ നിധി തേടിപ്പോയ ശാസ്ത്രജ്ഞര് പിന്നെ തിരിച്ചു വന്നില്ല. അതുകൊണ്ട് അവരെ തേടി മറ്റൊരു സംഘം പേര് മരുഭൂമിയിലേക്ക് പോയി. അവിടെ ഒരു ഭീകരമായ ജീവിയുടെ മുന്നിലാണ് അവർ ചെന്ന് പെട്ടത്. എല്ലുകൾ എടുക്കാൻ വേണ്ടി മനുഷ്യരെ തിന്നുന്ന വിചിത്രമായ ഒരു രാക്ഷസ ജീവി. അങ്ങനെ അത് അവരെ വേട്ടയാടുന്നതും അവരതിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ആഫ്രിക്കയിലെ നമീബ് എന്ന മരുഭൂമിയുടെ ദൃശ്യത്തോടെയാണ് സിനിമ തുടങ്ങുന്നത്. അവിടെ 3 ശാസ്ത്രജ്ഞര് ഡയമണ്ട്സ് ഉണ്ടായിരിക്കാൻ സാധ്യതയുള്ള സ്ഥലം തേടുകയായിരുന്നു. അതിൽ ഹാർവി എന്നൊരുത്തൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് 4 കിലോമീറ്ററുകൾക്കകലെ അണ്ടർഗ്രൗണ്ടിൽ ഒരു ഗുഹയുണ്ടെന്ന് മനസ്സിലായി. അവനത് മറ്റു 2 പേരെയും വിളിച്ചു കാണിച്ചു. മരുഭൂമിക്കടിയിൽ ഇങ്ങനെ ഗുഹയുണ്ടായിരിക്കാനുള്ള സാധ്യത തീരെയില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ വിചിത്രമായിട്ട് തോന്നി. ഒപ്പം അതെന്താണെന്നറിയാനുള്ള കൗതുകവും ഉണ്ടായി. അങ്ങനെ അതെന്താണെന്ന് ചെന്ന് നോക്കാമെന്ന് കരുതി 3 പേരും വണ്ടിയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഗോപുരത്തിന്റെ ആകൃതിയിൽ മണൽക്കൂന പോലെ തോന്നിക്കുന്ന ഒരു ഘടന കണ്ടു. ഒരുപക്ഷെ അണ്ടർഗ്രൗണ്ടിൽ നിന്നും വാതകമോ ലാവയോ പുറത്തു വരാൻ ശ്രമിക്കുന്നത് കാരണമായിരിക്കും ഈ ഘടന ഉണ്ടായതെന്ന് ഒരുത്തൻ പറഞ്ഞു. ശേഷം 3 പേരും അതിനെ പരിശോധിച്ച് നോക്കാൻ തുടങ്ങി. സ്കാൻ ചെയ്തപ്പോൾ ഇതിന്റെ അടിയിലാണ് ഗുഹയെന്ന് മനസ്സിലായി. ഗുഹയിൽ എന്താണെന്നറിയാനായിട്ട് ഹാർവി ചെന്ന് ഗോപുരം ചുറ്റികല്ലുകൊണ്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു നോക്കി. അപ്പോൾ ഉള്ളിൽ എന്തോ ഒരു ജീവി അനങ്ങുന്നത് കണ്ടു. അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് മുന്നേ ആ ജീവി അവനെ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ചു. പെട്ടെന്ന് മറ്റു 2 പേരും അവനെ രക്ഷിക്കാൻ ഓടി വന്നു. അടുത്ത് കാനഡയിലെ വാൻകൂവർ എന്ന സിറ്റിയിലെ രംഗമാണ് കാണിക്കുന്നത്. സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജെയിംസ് ഇവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. അന്റാർട്ടിക്കയിലെ ഒരു ലാബിൽ ചില ശാസ്ത്രജ്ഞര് എന്തോ പഠനങ്ങൾ നടത്തുന്നുണ്ട്. അവരെ നിരന്തരമായിട്ട് നിരീക്ഷിക്കുകയും അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടുകളൊക്കെ നൽകുകയും ചെയ്യുന്നതാണ് ജെയിംസിന്റെ ജോലി. അങ്ങനെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലാബിലെ സിസ്റ്റം പെട്ടെന്ന് കേടായി പോയി. അത് കാരണം ലാബിന്റെ ടെമ്പറേച്ചർ കുറയാൻ തുടങ്ങി. എത്രയും വേഗം അത് ശരിയാക്കിയില്ലെങ്കിൽ ലാബിലുള്ളവരെല്ലാം തണുത്തു മരവിച്ച് മരിച്ചു പോകും. ജെയിംസ് ഉടനെ അവന്റെ കമ്പ്യൂട്ടറിനെ ലാബിലെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് പ്രോഗ്രാമിങ്ങിലൂടെ വളരെ വേഗം ലാബിന്റെ സിസ്റ്റം ശരിയാക്കി. അങ്ങനെ എല്ലാവരും രക്ഷപ്പെട്ടു. ഇത് കാണുമ്പോൾ ജെയിംസിന് ഭയങ്കര ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശേഷം അന്ന് വൈകുന്നേരം അവന്റെ ബോസ് വന്നിട്ട് ആഫ്രിക്കയിലെ ഈലാൻഡ് എന്നൊരു കമ്പനിക്ക് നിന്റെ സഹായം ആവശ്യമുണ്ട്, അതുകൊണ്ട് നാളെ തന്നെ നീ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ജെയിംസ് ആഫ്രിക്കയിലെത്തി. ടാക്സിക്കാരൻ അവനെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോയി. ഇവിടെ ഇറങ്ങാനാണ് ബോസ് പറഞ്ഞത്. പക്ഷെ ചുറ്റും നോക്കിയപ്പോൾ കണ്ണെത്തുന്ന ദൂരം അത്രയും മരുഭൂമി മാത്രമേ ഉള്ളൂ. ഈലാൻഡ് കമ്പനിയുടെ കെട്ടിടമൊന്നും കാണുന്നില്ല. വഴിയരികത്ത് ഒരു അപ്പൂപ്പൻ ചെറിയൊരു പെട്ടിക്കടയുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അല്ലാതെ ഒറ്റ മനുഷ്യനെയും ഒരിടത്തും കാണുന്നില്ല. ഇനി ഇറങ്ങാൻ പറഞ്ഞ സ്ഥലം എങ്ങാനും മാറിപ്പോയി കാണുമോ എന്ന് കരുതി ജെയിംസിന് ടെൻഷനായി. എന്നാൽ കുറച്ചു നേരം അവിടെ നിന്നപ്പോൾ ജെയിംസിനെ കൊണ്ടുപോകാനായിട്ട് കമ്പനിയിലെ പ്രധാന ജോലിക്കാരനായ കാൾ അവിടെ ഒരു വണ്ടിയുമായി വന്നു. അവനൊരു എക്സ് മിലിറ്ററിക്കാരനാണ്. കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം അവര് കമ്പനിയിലെത്തി. ഇത് ശരിക്കും ഒരു മൈനിങ് കമ്പനിയാണ്. ഈ മരുഭൂമിയിൽ പലയിടങ്ങളിലും ഭൂമിക്കടിയിൽ ഡയമണ്ട്സ് ഉണ്ട്. അത് ഖനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കുന്നത്. കമ്പനിയിലെത്തിയതും മിക്കി അവന്റെ ബാഗുകളൊക്കെ പരിശോധിച്ചു. ബാഗിൽ എന്തോ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. അതെന്തിനാണെന്ന് മിക്കി ചോദിച്ചു. അത് ഭൂമിക്കടിയിലുള്ള സംഭവങ്ങൾ സ്കാൻ ചെയ്ത് മനസ്സിലാക്കാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു യന്ത്രമാണെന്ന് ജെയിംസ് പറഞ്ഞു കൊടുത്തു. ബാഗ് ചെക്ക് ചെയ്ത് തീർന്നതും ഒരു സീനിയർ ഓഫീസറായ ജോഹൻ മിക്കിയോട് മോശമായ രീതിയിൽ സംസാരിച്ചു. എന്നാൽ അത് കാളും അവന്റെ ഫ്രണ്ട് ടൈറ്റസും കേട്ടുകൊണ്ടുവന്നു. സീനിയർ ഓഫീസർ ആണെന്നൊന്നും നോക്കാതെ കാള് വന്ന് ജോഹനെ ഇടിച്ചെച്ചിലാക്കി. ഇതൊക്കെ കണ്ട ജെയിംസ് ഇവന്മാരുടെ ഇടയിൽ വന്ന് പെട്ടുപോയല്ലോ എന്ന് ചിന്തിച്ചു. ഇവനിപ്പോ നിൽക്കുന്നത് കമ്പനിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. ഇവിടുന്ന് ഏതാണ്ട് 1000 കിലോമീറ്ററുകൾക്ക് അകലെയാണ് ശരിക്കുമുള്ള മൈനിങ് സൈറ്റ്. അവിടെയാണ് ഇപ്പോൾ ഖനനം നടക്കുന്നത്. അവിടെ കേടായ എന്തോ ഒരു മെഷീൻ ശരിയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ജെയിംസിനെ വിളിച്ചു വരുത്തിയത്. അവിടെ ഖനനം ചെയ്യുന്ന ഡയമണ്ട്സ് എല്ലാം എടുത്തോണ്ട് വന്ന് ഈ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതെടുത്തോണ്ട് വരാനായിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ഇവിടുന്ന് കുറച്ച് പേര് അങ്ങോട്ട് പോകും. അങ്ങനെ ഇന്നും കുറച്ച് പേര് പോകുന്നുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ നീയും വരണമെന്ന് മിക്കി ജെയിംസിന്റെ അടുത്ത് പറഞ്ഞു. ശേഷം കുറച്ചു കഴിഞ്ഞതും പോകേണ്ട വണ്ടിയുമായിട്ട് സോഫിയ വന്നു. അവളാണ് ഡ്രൈവർ. അവളെ സഹായിക്കാൻ പീറ്റർ എന്നൊരുത്തനുമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നേ പുതിയ മൈനിങ് ലൊക്കേഷൻ കണ്ടെത്താനായിട്ട് 3 പേര് ഇവിടുന്ന് പോയിരുന്നു. പക്ഷെ അവര് തിരിച്ചു വന്നില്ല. ആ രംഗമാണ് നമ്മൾ ആദ്യം കണ്ടത്. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഇവർക്ക് അറിയില്ല. റേഡിയോ വഴി കോണ്ടാക്ട് ചെയ്തപ്പോൾ അവര് മറുപടിയും തരുന്നില്ല. അതുകൊണ്ട് പോകുന്ന വഴിക്ക് അവരെ തിരയുകയും കൂടെ വേണം. വണ്ടിയിൽ കുറെ പെട്രോൾ ക്യാനുകളും വെപ്പൺസും ഒക്കെ കയറ്റുന്നത് ജെയിംസ് കണ്ടു. ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ടാണ് പെട്രോൾ ക്യാനുകൾ കരുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ വെപ്പൺസ് എന്തിനാണെന്ന് ജെയിംസ് ചോദിച്ചു. സംഭവം ഇവര് ഡയമണ്ട്സ് എടുത്തുകൊണ്ട് വരുമ്പോൾ അത് മോഷ്ടിക്കാനായിട്ട് ചിലപ്പോൾ കൊള്ളക്കാര് ശ്രമിക്കാറുണ്ട്. കഴിഞ്ഞ തവണ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ 2 പേര് കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വെപ്പൺസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്തായാലും സാധനങ്ങളൊക്കെ എടുത്തു കയറ്റിയിട്ട് എല്ലാവരും യാത്രയായി.
കാൾ, ടൈറ്റസ്, മിക്കി, സോഫിയ, പീറ്റർ പിന്നെ ജെയിംസ് അങ്ങനെ 6 പേരാണ് പോകുന്നത്. യാത്രക്കിടയിൽ ചുറ്റും മൊത്തം മരുഭൂമിയല്ലാതെ ഒന്നും കാണാനില്ല. കുറച്ചു ദൂരം പോയ ശേഷം അവസാനം 3 പേരെ കാണാതായ സ്ഥലത്തെത്തി. അവിടെ നോക്കിയപ്പോൾ 2 പേര് മരിച്ചു കിടക്കുകയാണ്. ആകെ അസ്ഥികൂടങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. യൂണിഫോമിലെ പേര് നോക്കിയപ്പോൾ ഇത് നമ്മുടെ മിസ്സിംഗ് ആയ ആൾക്കാർ തന്നെയാണെന്ന് തിരിച്ചറിയാൻ പറ്റി. പക്ഷേ ഹാർവിയുടെ ശരീരം മാത്രം അവിടെയില്ല. അതിനാൽ ഒരുപക്ഷെ എന്തെങ്കിലും കാര്യത്തിനു വേണ്ടി ഹാർവി ആയിരിക്കും ഇവരെ കൊന്നതെന്നാണ് കാൾ സംശയിക്കുന്നത്. പക്ഷേ വെറും 2 ദിവസങ്ങൾ കൊണ്ട് ശരീരം ഈ അവസ്ഥയിലാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. അത് വളരെ വിചിത്രമായിട്ട് എല്ലാവർക്കും തോന്നി. ശേഷം ചുറ്റും നോക്കിയപ്പോൾ ടൈറ്റസ് ഹാർവിയുടെ കാൽപ്പാടുകൾ കണ്ടു. ഈ കാൽപ്പാട് ഫോളോ ചെയ്ത് പോയാൽ അവനെ പിടിക്കാൻ പറ്റുമെന്ന് ടൈറ്റസ് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അത് ഫോളോ ചെയ്ത് നടക്കാൻ തുടങ്ങി. സോഫിയ മാത്രം വണ്ടിയിലിരുന്നു. അവര് പല കിലോമീറ്ററുകളോളം പോയിട്ടും അവനെ കാണുന്നില്ല. മുന്നിൽ നോക്കിയപ്പോൾ ഇനിയും കുറെ കിലോമീറ്ററുകൾ നടക്കേണ്ടി വരുമെന്ന് തോന്നിയതുകൊണ്ട് നീ തിരിച്ചു ചെന്ന് സോഫിയയുടെ അടുത്ത് വണ്ടിയും എടുത്തുകൊണ്ട് വരാൻ കാൾ പീറ്ററിനോട് പറഞ്ഞു. പീറ്റർ പോയ ശേഷം ഇവര് വീണ്ടും കുറച്ചു ദൂരം കൂടെ നടന്നു. അപ്പോൾ കുറെ കമ്പുകൾ കുത്തിവെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തെത്തി. ടൈറ്റസ് ആഫ്രിക്കയിൽ തന്നെ ഉള്ളവനായതുകൊണ്ട് അവൻ ഇതിനെക്കുറിച്ചൊക്കെ അറിയാം. അങ്ങനെ ഇതെന്താണെന്ന് ടൈറ്റസ് പറഞ്ഞു കൊടുത്തു. ഇത് മതപരമായ എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ട് കുത്തിവെച്ചിരിക്കുന്ന കമ്പുകളാണ്. പക്ഷെ ഇത് സാധാരണ മതമല്ല, പിശാചുക്കളെ ആരാധിക്കുന്നവരുടെ മതമാണ്. ടോക്കലോഷ് എന്നൊരു പിശാചാണ് അവരുടെ ദൈവം. അങ്ങനെ ടൈറ്റസിന് അറിയാവുന്നതൊക്കെ അവൻ പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും വണ്ടിയും കൊണ്ട് സോഫിയയും പീറ്ററും എത്തി. പിന്നെ എല്ലാവരും വണ്ടിയിൽ കയറി കാൽപ്പാട് ഫോളോ ചെയ്യാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് കാൾ കമ്പനിയെ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളിൽ ഒരുത്തൻ ഇതുപോലെ 2 പേരെ കൊന്നുവെന്ന് അറിയിച്ചു. അപ്പോൾ നമ്മൾ പോലീസിനെയും ആൾക്കാരെയും ഒക്കെ അങ്ങോട്ട് അയക്കാം, നിങ്ങൾ വേഗം മൈനിങ് സൈറ്റിലേക്ക് പോകാൻ കമ്പനി പറഞ്ഞു. പക്ഷേ പോലീസ് എത്താൻ എന്തായാലും 2 ദിവസങ്ങളെങ്കിലും എടുക്കും. അപ്പോഴേക്കും കാൽപ്പാടുകളൊക്കെ മാഞ്ഞു പോയിട്ടുണ്ടാകും. പിന്നെ ഹാർവിയെ പിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ അവനെ പിടിക്കാൻ പോവുകയാണെന്ന് കാൾ പറഞ്ഞു. ഒടുവിൽ ഏതാണ്ട് 50 കിലോമീറ്റർ ദൂരം എത്തിയപ്പോൾ അകലെ ഒരുത്തൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. ചെന്ന് നോക്കിയപ്പോൾ നേരത്തെ മറ്റു 2 പേരെയും പോലെ അസ്ഥികൂടം മാത്രമായിട്ട് കിടക്കുകയാണ്. ID കാർഡ് പരിശോധിച്ചപ്പോൾ ഇത് ഹാർവി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനും പറ്റി. ഇത്രയും ദൂരം വരാൻ എന്തായാലും 2 ദിവസങ്ങളെങ്കിലും എടുക്കും. അങ്ങനെയെങ്കിൽ ഇവൻ മരിച്ചിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുണ്ടാകൂ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ശരീരം ഈ അവസ്ഥയിലാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അങ്ങനെ കൊന്നു തിന്നാൻ മാത്രം കഴിവുള്ള ഒരു മൃഗങ്ങളും മരുഭൂമിയിലില്ല. അതുകൊണ്ട് തന്നെ ശരീരം ഈ അവസ്ഥയിലായത് എങ്ങനെയാണെന്നോർത്ത് അവർക്ക് ശരിക്കും അതിശയം തോന്നി. എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഏതോ സൈക്കോ കില്ലർ ആയിരിക്കും ഈ 3 പേരെയും കൊന്നതെന്നാണ് എല്ലാവരും കരുതിയത്. അതിനാൽ ആ കില്ലറിനെ നമ്മൾ പിടിച്ചില്ലെങ്കിൽ നാളെ അയാൾ ചിലപ്പോൾ നമ്മളെയും കൊല്ലും. അതുകൊണ്ട് അയാളെ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുമെന്ന് കാൾ പറഞ്ഞു. ബാക്കിയുള്ളവർക്കും അത് ശരിയാണെന്ന് തോന്നി. എന്നാൽ രാത്രി വണ്ടി ഓടിക്കുന്നത് വളരെ പ്രയാസമാണ്. അതിനാൽ അന്ന് രാത്രി അവർ അവിടെ തന്നെ ക്യാമ്പ് കൂട്ടി. സന്ധ്യാസമയമായി കഴിഞ്ഞാൽ പിന്നെ മരുഭൂമിയിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ട് എല്ലാവരും സ്വെറ്ററൊക്കെ ധരിച്ചിട്ടുണ്ട്. ശേഷം രാത്രി എല്ലാവരും ഉറങ്ങിക്കിടന്ന സമയം ജെയിംസിന് മാത്രം ഉറക്കം വന്നില്ല. നോക്കിയപ്പോൾ അവിടെ മെഡിക്കൽ എക്യുപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ബോർഡ് ഇരിക്കുന്നത് കണ്ടു. അവൻ അതിനെയും എടുത്തുകൊണ്ട് മണൽ കൂനകളിലൂടെ സർഫിംഗ് ചെയ്യുന്നത് പോലെ കളിക്കാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞതും മിക്കി എണീറ്റ് വന്നു. ജെയിംസിന്റെ മെഷീൻ കുറച്ചു നേരമായിട്ട് ബീപ്പിംഗ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കാരണം അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മിക്കി അതെടുത്തോണ്ട് വന്നിട്ട് നീ ഇവിടെ വെറുതെ കളിച്ചോണ്ട് നിൽക്കുന്ന സമയം ഇത് ശരിയാക്കെന്നും പറഞ്ഞ് അത് ജെയിംസിന് കൊടുത്തിട്ട് പോയി. അവൻ അത് ശരിയാക്കിയ ശേഷം അവിടെ തന്നെ കിടന്നുറങ്ങി. എന്നാൽ കുറച്ചു കഴിഞ്ഞതും മെഷീൻ പെട്ടെന്ന് വീണ്ടും ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. അവൻ എണീറ്റ് നോക്കിയപ്പോൾ അവന്റെ മുന്നിൽ ഒരു ഭീകരമായ കറുത്ത രൂപം വന്ന് നിൽക്കുകയാണ്. അത് കണ്ട് അവൻ ആകെ പേടിച്ച് കിടുങ്ങിപ്പോയി. അവന്റെ നിലവിളി കേട്ട് എല്ലാവരും ഉണർന്നു. കാൾ ഓടി വന്ന് എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എന്തോ ഒരു ഭീകര ജീവി എന്നെ ആക്രമിക്കാൻ വന്നുവെന്ന് ജെയിംസ് പറഞ്ഞു. പക്ഷെ എല്ലാവരും ചുറ്റും കുറെ നേരം ടോർച്ചുകളൊക്കെ അടിച്ചു നോക്കിയിട്ടും ഒന്നും കാണുന്നില്ല. നീ എന്ത് ജീവിയാണ് കണ്ടതെന്ന് മിക്കി ചോദിച്ചു. അത് വ്യക്തമായിട്ട് കണ്ടില്ല, പക്ഷെ കരടി പോലത്തെ വളരെ വലിയൊരു രൂപമായിരുന്നുവെന്ന് ജെയിംസ് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഇവൻ ഉറക്കത്തിൽ വല്ല സ്വപ്നവും കണ്ട് പേടിച്ചതായിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. വെറുതെ പൊട്ടത്തരം പറഞ്ഞ് എല്ലാവരുടെയും ഉറക്കം കളഞ്ഞു എന്ന് പറഞ്ഞ് കാൾ ജെയിംസിന്റെ അടുത്ത് ദേഷ്യപ്പെടുകയും ചെയ്തു. ഞാൻ ശരിക്കും അങ്ങനെ ഒരു ജീവിയെ കണ്ടു, എന്നെ വിശ്വസിക്കുക എന്നൊക്കെ ജെയിംസ് പറഞ്ഞിട്ടും ആരും തന്നെ വിശ്വസിച്ചില്ല. അപ്പോഴാണ് മിക്കി ഒരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെ കിടന്ന ഹാർവിയുടെ അസ്ഥികൂടം കാണുന്നില്ല. അവൾ അത് പെട്ടെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പോൾ അസ്ഥികൂടം എവിടെയെന്ന് കാണിച്ചെന്ന് ജെയിംസിന്റെ അടുത്ത് ചോദിച്ചു. എല്ലാവരെയും പറ്റിക്കാൻ ജെയിംസ് ആയിരിക്കും അസ്ഥികൂടം എടുത്തു മാറ്റിയതെന്നാണ് കാൾ കരുതുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ജെയിംസ് പറഞ്ഞു. അങ്ങനെ കാളും ജെയിംസും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. അപ്പോൾ ഇത് ടോക്കലോഷിന്റെ പണിയാണെന്ന് ടൈറ്റസ് പറഞ്ഞു. അതെന്താണെന്ന് മിക്കി ചോദിച്ചു. സംഭവം ടോക്കലോഷ് എന്നത് ഒരു പൈശാചികമായ ദേവിയാണ്. പുരാതന കാലം മുതൽ ഈ മരുഭൂമിയിൽ ആ ദേവി ജീവിക്കുന്നുണ്ടെന്നാണ് ഇവിടെയുള്ളവരുടെ വിശ്വാസം.
മരുഭൂമിയിൽ പ്രവേശിക്കുന്ന എല്ലാം ദേവിക്ക് സ്വന്തമാണ്. മരുഭൂമിയിലെ ജീവികളെയൊക്കെ ഇതുപോലെ പിടിച്ചു തിന്നുന്നതും രാത്രിയിൽ ഇങ്ങനെ ഇരുണ്ട രൂപത്തിൽ പ്രത്യക്ഷപ്പെടുമെന്ന കാര്യവും അങ്ങനെ എല്ലാം ഇവിടുത്തെ ഐതിഹ്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മളെയും ദേവി പിടിച്ചു തിന്നും എന്നൊക്കെയാണ് ടൈറ്റസ് പറഞ്ഞു കൊടുത്തത്. ഇതൊക്കെ കേട്ട് എല്ലാവരും ഒന്ന് പേടിച്ചു. പക്ഷേ കാളിന് ഇതുപോലത്തെ സൂപ്പർസ്റ്റിഷൻസിൽ ഒന്നും വിശ്വാസമില്ല. ഈ മൊട്ടത്തലയൻ തലയ്ക്ക് വെളിവില്ലാതെ എന്തൊക്കെ പറയുന്നുവെന്നാണ് കാൾ പറഞ്ഞത്. എന്നിട്ട് എല്ലാവരോടും ചെന്ന് കിടക്കാനും കാൾ പറഞ്ഞു. ശേഷം അടുത്ത ദിവസം രാവിലെ അവർ വീണ്ടും സീരിയൽ കില്ലറിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ തുടങ്ങി. കുറെ ദൂരം പോയപ്പോൾ കുറച്ചകലെ ഇന്നലെ കണ്ടതുപോലത്തെ കറുത്ത രൂപം കണ്ടു. വണ്ടി ഒരിടത്ത് നിർത്തിയിട്ട് ഉയരമുള്ള ഒരു സ്ഥലത്ത് നിന്ന് അവരതിനെ വീക്ഷിച്ചു. പീറ്ററും കാളും സ്നൈപ്പറിലൂടെ അതിനെ നോക്കി. അപ്പോഴാണ് നമുക്ക് അതിന്റെ ശരിക്കുമുള്ള രൂപം കാണാൻ കഴിയുന്നത്. തലയ്ക്ക് പകരം തലയോട്ടി മാത്രമേയുള്ളൂ. ശരീരം മുഴുവൻ എന്തോ കറുത്ത വസ്തു കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആകെ ഒരു ഭയാനകമായ രൂപം. എത്ര നോക്കിയിട്ടും അതെന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും കാൾ സ്നൈപ്പർ വെച്ച് ആ ജീവിയെ വെടിവെച്ചു. വെടി കൊണ്ടതും അത് മണ്ണ് പൊടിയുന്നത് പോലെ അവിടെ പൊടിഞ്ഞു വീണു. ഉടനെ എല്ലാവരും ഓടിച്ചെന്ന് അതിനെ നോക്കിയപ്പോൾ അവിടെ ആകെ ഒരു അസ്ഥികൂടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും ഇന്നലെ രാത്രി കാണാതെ പോയ ഹാർവിയുടെ അസ്ഥികൂടം. അത് കണ്ട് എല്ലാവരും മൊത്തം കൺഫ്യൂഷനിലായി. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ടൈറ്റസ് മാത്രം ഒരു ഞെട്ടലുമില്ലാതെ നിൽക്കുകയാണ്. കാരണം ഇതുപോലെ ആൾക്കാരെ കാണാതാകുന്നതും അവരുടെ അസ്ഥികൂടങ്ങൾ ഇതുപോലെ എണീറ്റ് നടക്കുന്നതും അങ്ങനെ ഇത്തരം വിചിത്രമായ പ്രതിഭാസങ്ങളെല്ലാം ഈ മരുഭൂമിയിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സർവ്വസാധാരണമാണ്. ഇങ്ങനെയുള്ള പല പ്രതിഭാസങ്ങളും ടൈറ്റസ് ചെറുപ്പം മുതലേ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അവന് പ്രത്യേകിച്ച് ഞെട്ടലൊന്നുമില്ലാത്തത്. ഈ കാര്യങ്ങളൊക്കെ അവൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്തായാലും ഇതിന്റെ പിന്നാലെ ഇനി പോയിട്ട് കാര്യമില്ല, അതിനാൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് മിക്കി പറഞ്ഞു. അതല്ലാതെ വേറെ നിവൃത്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് എല്ലാവരും അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരും ചെന്ന് വണ്ടിയിൽ കയറി. പക്ഷേ സോഫിയ വണ്ടി സ്റ്റാർട്ട് ചെയ്തതും വണ്ടിയുടെ ഡാഷ്ബോർഡിൽ തീ പിടിച്ചു. വണ്ടിയിൽ പെട്രോൾ നിറച്ച ധാരാളം ക്യാനുകൾ ഇരിപ്പുണ്ട്. അതുകൊണ്ട് പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് പേടിച്ച് പെട്ടെന്ന് എല്ലാവരും വണ്ടിയിൽ നിന്നും പുറത്തു ചാടി. ഭാഗ്യത്തിന് അവരുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ തീ അണച്ച് രക്ഷപ്പെട്ടു. ശേഷം പീറ്റർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഡാഷ്ബോർഡിലെ ഏതോ ഒരു വയറ് ഷോർട്ട് ആയതുകൊണ്ടാണ് തീ പിടിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിനി ശരിയാക്കാൻ പറ്റില്ല. അത് ശരിയാക്കാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കില്ല. ചുരുക്കി പറഞ്ഞാൽ അവരിവിടെ പെട്ടുപോയി. മിക്കി റേഡിയോ വഴി കമ്പനിയെ കോണ്ടാക്ട് ചെയ്തിട്ട് സഹായം തേടി. കുറച്ചു കഴിഞ്ഞതും അതുവഴി കമ്പനിയുടെ ഒരു പ്ലെയിൻ വന്നു. 2-3 തവണ അത് അവിടെ ചുറ്റി പറന്ന് നടന്നിട്ട് തിരിച്ചുപോയി. അപ്പോൾ പ്ലെയിൻ നമ്മളെ കണ്ടില്ലായിരിക്കുമെന്ന് കരുതി ജെയിംസ് കൈയെടുത്ത് കാണിച്ച് ഉറക്കെ അലറി. പക്ഷേ യഥാർത്ഥത്തിൽ പ്ലെയിൻ അവരെ കണ്ടു. എന്നാൽ അതിനിവിടെ ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല, അതിനാകെ 4 സീറ്റ് മാത്രമേയുള്ളൂ. എല്ലാവരും സേഫ് ആണോ എന്നറിയാനും ഇവരുടെ കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അത് വന്നത്. ഇനി അത് തിരിച്ചു പോയിട്ട് ഈ ലൊക്കേഷനിലേക്ക് ഒരു ട്രക്കിനെ അയക്കും. അങ്ങനെ സോഫിയ ജെയിംസിന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷേ ഇനി ആ ട്രക്ക് ഇവിടെ എത്താൻ 2 ദിവസങ്ങളെടുക്കും. അതുവരെ ഇവിടെ തങ്ങുകയല്ലാതെ ഇവർക്ക് വേറെ നിവർത്തിയില്ല. ഭാഗ്യത്തിന് ഒരാഴ്ചത്തേക്കുള്ള ആഹാര സാധനങ്ങളൊക്കെ ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒന്നും പേടിക്കാതെ 2 ദിവസം ഇവിടെ തങ്ങാം. അങ്ങനെ എല്ലാവരും ക്യാമ്പുകളൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങി. രാത്രി വെട്ടം കിട്ടാനായിട്ട് പീറ്റർ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് എടുത്ത് വണ്ടിയുടെ മുകളിൽ കെട്ടിവെച്ചു. ശേഷം എല്ലാവരും കൂടെ അന്ന് രാത്രിക്ക് മുന്നേ ക്യാമ്പ് റെഡിയാക്കി. ഈ സമയം നേരത്തെ അവരെ കണ്ടിട്ട് പോയ പ്ലെയിൻ കമ്പനിയിൽ തിരിച്ചെത്തി. അപ്പോൾ അവരെ രക്ഷിക്കാൻ ആദ്യം കണ്ട ജോഹനെ ഒരു ട്രക്കും കൊടുത്ത് കമ്പനി പറഞ്ഞയച്ചു. അങ്ങനെ അയാള് മരുഭൂമിയിലൂടെ ഒറ്റയ്ക്ക് ട്രക്കും ഓടിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെ ക്യാമ്പിൽ രാത്രി ഒരാൾ കാവലിരുന്നിട്ട് ബാക്കി എല്ലാവരും കിടന്നുറങ്ങും. കുറച്ചു കഴിയുമ്പോൾ അയാൾ ചെന്ന് കിടന്നിട്ട് മറ്റൊരാൾ വന്ന് കാവലിരിക്കും. അങ്ങനെ ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും ഉറങ്ങുകയായിരുന്നു. ഇടയ്ക്ക് ടൈറ്റസ് കാവലിരിക്കുന്ന സമയം എന്തോ ഒരു ശബ്ദം കേട്ടു. അതെന്താണെന്ന് അയാൾ ബേസ് മുഴുവൻ പരിശോധിച്ചപ്പോൾ പീറ്റർ കിടക്കുന്ന സ്ഥലത്ത് നിന്നുമാണ് ആ ശബ്ദം വരുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവൻ പീറ്ററിന്റെ പക്കൽ ചെന്ന് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. പീറ്ററിനെ എന്തോ ഒരു കറുത്ത വസ്തു പച്ചയ്ക്ക് തിന്നുകയാണ്. ഉടനെ അവൻ പീറ്ററിനെ രക്ഷിക്കാൻ നോക്കി. എന്നാൽ ആ കറുത്ത വസ്തു ടൈറ്റസിന്റെ കയ്യിൽ കയറി വന്നു. സെക്കൻഡുകൾ കൊണ്ട് അവന്റെ കൈ മുഴുവൻ എല്ല് മാത്രമായി മാറി. അവൻ കിടന്ന് അലറി വിളിക്കുന്ന ശബ്ദം കേട്ട് ബാക്കി എല്ലാവരും ഉണർന്നു. അവര് വന്ന് ടൈറ്റസിനെ രക്ഷിച്ചു. കാൾ തോക്കെടുത്ത് കറുത്ത വസ്തുവിനെ വെടിവെക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർക്ക് ഒരു കാര്യം മനസ്സിലായത്. സംഭവം ഈ കറുത്ത വസ്തു ശരിക്കും കറുത്ത ഉറുമ്പുകളാണ്. നിസ്സാര സമയം കൊണ്ട് ഉറുമ്പുകൾ പീറ്ററിനെ മൊത്തം തിന്നു തീർത്തു. അവന്റെ അസ്ഥികൂടം മാത്രം ബാക്കിയായി. എന്നിട്ട് അവയെല്ലാം കൂടെ ബാക്കിയുള്ളവരെ ആക്രമിക്കാൻ വന്നു. കാൾ ഉറുമ്പുകൾക്ക് നേരെ വീണ്ടും വെടിയുതിർക്കാൻ തുടങ്ങി. ഉറുമ്പുകളെ വെടിവെച്ച് കൊല്ലാൻ നോക്കിയ കാളിന്റെ ബുദ്ധി വിമാനം തന്നെ. വിമാനമല്ല, റോക്കറ്റ്. എന്തായാലും കുറെ വെടിവെച്ചപ്പോൾ ഇതുകൊണ്ട് കാര്യമില്ലെന്ന് കാളിന് തന്നെ തോന്നി. അപ്പൊ അവന് മറ്റൊരു ഐഡിയ കിട്ടി.
തീ കത്തിച്ച് ഉറുമ്പുകളെ കൊല്ലാമെന്ന് കരുതിയിട്ട് അവൻ ഉടനെ പെട്രോൾ എടുത്തൊഴിച്ചു. എന്നിട്ട് ലൈറ്റർ എടുത്തതും, എടാ പൊട്ടം കൊണാപ്പി, ഈ ട്രക്ക് മൊത്തം പെട്രോൾ അല്ലേ, നീ തീ കത്തിച്ചാൽ ചിലപ്പോൾ ഈ ട്രക്ക് മൊത്തം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് മര്യാദയ്ക്ക് ലൈറ്റർ തിരിച്ച് പോക്കറ്റിൽ വെക്കടാന്ന് പറഞ്ഞ് സോഫിയ ഒരു തോക്കെടുത്ത് കാലിന് നേർക്ക് ചൂണ്ടി. എന്നാൽ അപ്പോഴാണ് അവരൊരു കാര്യം ശ്രദ്ധിച്ചത്. കാൾ പെട്രോൾ ഒഴിച്ച സ്ഥലത്തിലൂടെ ഉറുമ്പുകൾ വരുന്നില്ല. അപ്പോൾ പെട്രോൾ അവയ്ക്ക് അലർജിയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ജെയിംസും കൂടെ ചേർന്ന് ട്രക്കിന് ചുറ്റും പെട്രോൾ ഒഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ ഉറുമ്പുകളെല്ലാം കൂടെ പീറ്ററിന്റെ അസ്ഥികൂടത്തിൽ കയറി. എന്നിട്ട് നേരത്തെ കണ്ടതുപോലത്തെ രൂപമായിട്ട് മാറി. അത് കണ്ട് എല്ലാവർക്കും അത്ഭുതവും പേടിയും തോന്നി. ആ രൂപം ജെയിംസിനെ ആക്രമിക്കാൻ വന്നു. കാൾ പെട്ടെന്ന് തോക്കെടുത്ത് അതിനെ വെടിവെച്ചതും നേരത്തെ സംഭവിച്ചതുപോലെ അത് പൊടിഞ്ഞു വീണു. എന്നാൽ ഉറുമ്പുകൾ വീണ്ടും ഒന്നിച്ചു ചേർന്ന് ആ രൂപമായി മാറി. ഭാഗ്യത്തിന് അപ്പോഴേക്കും ജെയിംസ് ട്രക്കിന് ചുറ്റും പെട്രോൾ ഒഴിച്ചു. ഇനി എന്തായാലും ഇവരെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലായതും അത് തിരിച്ചുപോയി. അപ്പോൾ കാൾ വീണ്ടും അതിനെ വെടിവെക്കാൻ നിന്നു. എന്നാൽ തിരിച്ചു പോകുന്നതിനെ ആക്രമിച്ചാൽ അത് വീണ്ടും നമ്മളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ജെയിംസ് കാളിനെ തടഞ്ഞു. കാളിന് ദേഷ്യം വന്നിട്ട് ജെയിംസിനെ ഇടിച്ചു. പിന്നെ രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റായി. അവസാനം മിക്കി ഒരു തോക്കുമായി വന്നിട്ട്, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റൂ, അതുകൊണ്ട് രണ്ടെണ്ണവും മര്യാദയ്ക്ക് ഫൈറ്റ് നിർത്ത്, അല്ലെങ്കിൽ ഞാൻ തന്നെ നിന്നെയൊക്കെ വെടിവെച്ച് തീർത്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അങ്ങനെയാണ് അവര് ഫൈറ്റ് നിർത്തിയത്. ശേഷം എല്ലാവരും വണ്ടിയിൽ ചെന്നിരുന്നിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ചർച്ച ചെയ്തു. ഇത് വളരെ ഡേഞ്ചറസ് ആയ സ്ഥലമാണ്, അതുകൊണ്ട് എന്തായാലും ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. ട്രക്ക് വരുന്നതുവരെ കാത്തിരുന്നാൽ തീർച്ചയായും ഈ ഉറുമ്പുകളെല്ലാം കൂടെ ഇവരെ തിന്നും. അതിനാൽ നമുക്കിവിടുന്ന് നടന്ന് രക്ഷപ്പെട്ടു പോകാമെന്ന് കാൾ പറഞ്ഞു. മിക്കിയും ജെയിംസും അത് ശരിവെക്കുകയും ചെയ്തു. എന്നാൽ സോഫിയയും ടൈറ്റസും അത് സമ്മതിച്ചില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ കാളും ജെയിംസും മിക്കിയും കൂടെ നടക്കാൻ തുടങ്ങി. ഉറുമ്പുകളെ കണ്ടാൽ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒരു പെട്രോൾ ക്യാനും അവര് കയ്യിൽ കരുതിയിട്ടുണ്ട്. അങ്ങനെ നടക്കുന്നതിനിടയിൽ ഈ ഉറുമ്പുകളെ കുറിച്ചുള്ള ഒരു തിയറി ജെയിംസ് പറഞ്ഞു. മനുഷ്യരെക്കാളും പല ദശകോടി വർഷങ്ങൾക്ക് മുന്നേ ഉറുമ്പുകൾ ലോകത്ത് ജീവിക്കുന്നുണ്ട്. അതിനാൽ ഇത്രയും കാലത്തെ ഇവല്യൂഷൻ കാരണം ഈ മരുഭൂമിയിലെ ഏതോ ഒരു തരം ഉറുമ്പുകൾ ഒരുപക്ഷെ വളരെ ഇന്റലിജന്റ് ആയിട്ട് പരിണമിച്ചു കാണും. സാധാരണ ഉറുമ്പുകളുടെ ദേഹത്ത് ഫോർമിക് ആസിഡ് ഉണ്ട്. ഈ ഉറുമ്പുകളുടെ ദേഹത്ത് ഒരുപക്ഷെ അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആസിഡ് ഡെവലപ്പ് ആയിട്ടുണ്ടാകും. അങ്ങനെയായിരിക്കും അവൻ നിമിഷ നേരം കൊണ്ട് ഒരാളെ മൊത്തം തിന്നുന്നത്. അങ്ങനെ അവന്റെ നിഗമനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ശേഷം അന്ന് രാത്രി ഒരിടത്തെത്തിയപ്പോൾ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാമെന്ന് അവര് തീരുമാനിച്ചു. മരത്തിന് ചുറ്റും പെട്രോളൊക്കെ ഒഴിച്ചു വെച്ചിട്ട് 3 പേരും കൂടെ അവിടെ ഇരുന്നു. കുറെ നേരം കഴിഞ്ഞിട്ടും ആർക്കും ഉറക്കം വന്നില്ല. അവിടെ വീശുന്ന കാറ്റിന്റെ ശബ്ദം പോലും അവരുടെ മനസ്സിൽ ഭയത്തിന്റെ കനലുകൾ കോരിയിടുന്നത് പോലെ അവർക്ക് തോന്നി. കുറച്ചു കഴിഞ്ഞതും ആ ശബ്ദത്തിനിടയിൽ മറ്റൊരു ശബ്ദവും കൂടെ കേട്ടു. നോക്കിയപ്പോൾ അത് ഉറുമ്പുകളുടെ രൂപമായിരുന്നു. രൂപത്തിന് സോഫിയുടെ മുഖമാണ്. അപ്പോൾ അവളെയും ടൈറ്റസിനെയും ഉറുമ്പുകൾ ഡിന്നറാക്കിയെന്ന് അവർക്ക് മനസ്സിലായി. രൂപം അകത്ത് കയറാൻ നോക്കി, പക്ഷേ പെട്രോൾ ഉള്ളത് കൊണ്ട് അതിന് സാധിച്ചില്ല. ശേഷം അടുത്ത ദിവസം രാവിലെ അവര് വീണ്ടും നടക്കാൻ തുടങ്ങി. കുറെ ദൂരം നടന്നതും സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഗോപുരത്തിന്റെ പക്കലെത്തി. ഗോപുരത്തിൽ വലിയൊരു കുഴിയും കണ്ടു. കൗതുകം തോന്നി അതെന്താണെന്ന് അറിയാനായിട്ട് 3 പേരും കുഴിയിൽ ഇറങ്ങി നോക്കി. അകത്ത് ഒരു വലിയ ഗുഹയാണ്. അവിടെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ഒരുപാട് അസ്ഥികൂടങ്ങൾ കിടപ്പുണ്ട്. ഏറ്റവും മധ്യത്തിലായിട്ട് റാണിയുടെ ഒരു കൂടും കണ്ടു. അത് കണ്ടപ്പോൾ ജെയിംസിന് ചില കാര്യങ്ങൾ മനസ്സിലായി. എന്താണെന്നാൽ ഈ ഉറുമ്പുകളെയൊക്കെ നിയന്ത്രിക്കുന്നത് റാണിയാണ്. നേരത്തെ ഊഹിച്ചതുപോലെ ഈ ഉറുമ്പുകൾ വളരെ ഇന്റലിജന്റ് തന്നെ. അവര് മനുഷ്യരെ വേട്ടയാടുന്നത് നമ്മുടെ അസ്ഥികൂടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് ആ രൂപത്തിലാകുമ്പോൾ കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വലിയ ജീവികളെ പോലും വേട്ടയാടാൻ കഴിയുമെന്ന് അവർക്കറിയാം. ഈ ഗോപുരം പോലത്തെ ഘടന ഉറുമ്പുകൾ തന്നെ നിർമ്മിച്ചതാണ്. പക്ഷെ അതെങ്ങനെയോ തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ അവൻ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ മറ്റു 2 പേർക്കും പറഞ്ഞു കൊടുത്തു. എന്നാൽ അങ്ങനെയെങ്കിൽ റാണിയെ കൂട്ടിൽ കാണുന്നില്ലല്ലോ എന്ന് മിക്കി ചോദിച്ചു. അപ്പോൾ ഈ ഗുഹയുടെ ഗോപുരം തകർന്നത് കാരണം റാണി ഒരുപക്ഷെ പുതിയ കൂടുണ്ടാക്കാൻ മറ്റൊരു സ്ഥലം തേടുകയായിരിക്കുമെന്ന് കാൾ പറഞ്ഞു. അങ്ങനെ അവർ ആ ഗുഹ പരിശോധിക്കുന്നതിനിടയിൽ ട്രക്കും കൊണ്ട് ജോഹനും അവിടെ എത്തി. ആ ശബ്ദം കേട്ട് 3 പേരും പുറത്തിറങ്ങിപ്പോയി. നോക്കിയപ്പോൾ ജോഹൻ തോക്കും ചൂണ്ടി നിൽക്കുകയാണ്. ഡയമണ്ട്സിന് വേണ്ടി നിങ്ങൾ 3 പേരും ചേർന്ന് ബാക്കിയുള്ളവരെയൊക്കെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് ജോഹൻ അവരെ അറസ്റ്റ് ചെയ്യാനാണ് നിൽക്കുന്നത്. ഞങ്ങളല്ല അവരെ കൊന്നത്, ഇവിടെ ഒരുതരം രാക്ഷസ ജീവിയുണ്ട് എന്നൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷെ ജോഹൻ അതൊന്നും വകവെച്ചില്ല. സംഭവം അയാള് നേരത്തെ ഇടി കിട്ടിയതിന്റെ വൈരാഗ്യം തീർക്കുന്നതാണ്. അങ്ങനെ 3 പേരെയും അയാൾ പിടിച്ച് വണ്ടിയുടെ പിന്നിൽ കെട്ടിവെച്ചു. എന്നിട്ട് തിരിച്ച് കമ്പനിയിലേക്ക് യാത്രയായി. എന്നാൽ പോകുന്ന വഴിക്ക് കാൾ കണ്ണാടിയും തകർത്ത് ജോഹന്റെ തലയിൽ ഒരു തൊഴി വെച്ചു കൊടുത്തു. ജോഹൻ അപ്പോൾ തന്നെ ബോധം കെട്ടുപോയി. ശേഷം അവര് കഷ്ടപ്പെട്ട് കെട്ടൊക്കെ അഴിച്ചിട്ട് ജോഹനെ പിടിച്ച് കെട്ടിവെച്ചു. അപ്പോഴേക്കും സന്ധ്യാസമയമായിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എത്രയും വേഗം കമ്പനിയിലേക്ക് പോകാമെന്ന് മിക്കി പറഞ്ഞു.
എന്നാൽ ഈ ഉറുമ്പുകൾ വളരെ ഡേഞ്ചറസ് ആണ്. അവയെ വെറുതെ വിട്ടാൽ പിന്നെയും അവ ആൾക്കാരെയൊക്കെ കൊന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിന്റെ റാണിയെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവയെല്ലാം നശിക്കും. അതുകൊണ്ട് ആ റാണിയെ കണ്ടെത്തി കൊന്നുകളയണമെന്ന് കാൾ പറഞ്ഞു. അത് ശരിയാണെന്ന് ജെയിംസും പറഞ്ഞു. ശേഷം അവര് മാപ്പ് എടുത്ത് റാണി പുതിയ കൂട് വെക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നോക്കി. ഇവിടെ സമീപത്തൊരു പഴയ ഉപേക്ഷിക്കപ്പെട്ട മൈനിങ് സൈറ്റ് ഉണ്ട്. റാണി പുതിയ കൂട് വെക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ മൈനിങ് സൈറ്റിലായിരിക്കുമെന്ന് മിക്കി പറഞ്ഞു. അങ്ങനെ 3 പേരും കൂടെ വണ്ടിയും എടുത്തുകൊണ്ട് മിക്കി പറഞ്ഞ മൈനിങ് സൈറ്റിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ജെയിംസ് ഒരു ചെറിയ ബോംബ് എടുത്ത് കയ്യിൽ കരുതി. എന്നിട്ട് ജോഹനെ വണ്ടിയിൽ തന്നെ ഇട്ടിട്ട് 3 പേരും കൂടെ റാണിയെ തേടി നടക്കാൻ തുടങ്ങി. ഒരു മുറിയിൽ കയറിയപ്പോൾ അവിടെ കറുത്ത രൂപമുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അവരെ ആക്രമിക്കാൻ വന്നു. അതിനെ പല തവണ വെടിവെച്ചിട്ടും അത് വീണ്ടും വീണ്ടും എണീറ്റ് വരികയാണ്. അവസാനം 3 പേരും കൂടെ അതിനെ ഒരു കുഴിയിൽ തള്ളിയിടാൻ നോക്കി. പക്ഷേ കുഴിയിൽ വീഴുന്നതിന് മുന്നേ അത് കാലിന്റെ കാലിൽ പിടിച്ച് തൂങ്ങിക്കിടന്നു. മറ്റു 2 പേരും കൂടെ അവനെ വലിച്ചു കയറ്റാനായിട്ട് പരമാവധി ശ്രമിച്ചതാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. ഇനി എന്തായാലും രക്ഷയില്ലെന്ന് കാളിന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ജെയിംസിന്റെ പോക്കറ്റിൽ നിന്ന് ബോംബ് എടുത്തിട്ട് കൈവിട്ടു. അവൻ ചെന്ന് കുഴിയിൽ വീണതും ബോംബ് പൊട്ടി. അങ്ങനെ ആ രൂപത്തിനെയും കുറെ ഉറുമ്പുകളെയും നശിപ്പിക്കാൻ പറ്റി. ഒപ്പം അവനും കത്തി ചാമ്പലായി. ഭാഗ്യത്തിന് പൊട്ടിത്തെറിക്കുന്നതിന് മുന്നേ സമീപമുള്ള മുറിയിലേക്ക് ചാടിയത് കൊണ്ട് മറ്റു 2 പേരും രക്ഷപ്പെട്ടു. നോക്കിയപ്പോൾ ആ മുറിയിൽ റാണി ഇരിപ്പുണ്ട്. അത് കൊക്കൂൺ പോലത്തെ രൂപമുള്ള ഒരു ജീവിയാണ്. ഇതാണ് നേരത്തെ ടൈറ്റസ് പറഞ്ഞ ടോക്കലോഷ് ദേവി, അതായത് ഇന്റലിജന്റ് ആയിട്ട് പരിണമിച്ച റാണി ഉറുമ്പ്. അങ്ങനെ അതിനെ നോക്കി നിൽക്കുന്നതിനിടയിൽ അവർക്ക് ചുറ്റും ഉറുമ്പുകൾ വരാൻ തുടങ്ങി. എത്രയും വേഗം ആ റാണിയെ കൊന്നില്ലെങ്കിൽ ഇവരുടെ കാര്യം തീരുമാനത്തിലാകും. അതുകൊണ്ട് ജെയിംസ് ഒരു കത്തിയെടുത്ത് റാണിയെ ഒരൊറ്റ കുത്ത്. റാണി പടമായതും അവിടെയുണ്ടായിരുന്ന ഉറുമ്പുകളെല്ലാം ചിതറി ഓടി. അങ്ങനെയെല്ലാം അവസാനിച്ചു. ശേഷം പുറത്തു വന്ന് വണ്ടിയിൽ നോക്കിയപ്പോൾ ജോഹനെ ഓൾറെഡി നേരത്തെ തന്നെ ഉറുമ്പുകൾ തിന്ന് അസ്ഥികൂടമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അവര് വണ്ടിയും എടുത്തുകൊണ്ട് തിരിച്ച് കമ്പനിയിൽ പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ ഇവിടുത്തെ ജോലിയൊക്കെ മതിയാക്കിയിട്ട് മിക്കി അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറായി. പക്ഷെ ജെയിംസ് വന്ന ജോലി പൂർത്തിയാക്കിയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൻ മിക്കിയെ മാത്രം ടാക്സിയിൽ കയറ്റിവിട്ടു. ടാക്സിയിൽ അവളുടെ കുറെ ബാഗുകളും പെട്ടികളുമൊക്കെ എടുത്തു വെച്ചിരുന്നു. അതിലൊരു പെട്ടിയിൽ നേരത്തെ കണ്ടതുപോലത്തെ കൊക്കൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിൽ കൂടുതൽ റാണി ഉറുമ്പുകൾ പരിണമിച്ചുവെന്ന് നമുക്ക് മനസ്സിലാകും. പക്ഷെ അതെങ്ങനെ അവളുടെ ബാഗിൽ വന്നു എന്ന് നമുക്ക് അറിയില്ല. എന്തായാലും ടോക്കലോഷിന്റെ അതിക്രമം അവസാനിച്ചിട്ടില്ലെന്ന് മാത്രം നമുക്ക് മനസ്സിലാകും. അങ്ങനെ ആ ദൃശ്യത്തോടെ സിനിമ അവസാനിക്കുകയാണ്.